പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ പറഞ്ഞു വയ്ക്കുക. കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ പൊന്നു കൊയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും, അതായത് എന്നെക്കൊണ്ടേ പറ്റൂ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെക്കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതും കൂടെ ഒന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. തന്നെ ഒരു കാരണവശാൽ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ അല്ലായെങ്കിൽ വാട്സപ്പിലോ നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലായെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലേ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും പുതിയ യൂട്യൂബേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് യൂട്യൂബിൽ പെട്ടെന്ന് റീച്ച് കിട്ടണമെന്നില്ലേ. അപ്പോൾ പെട്ടെന്ന് റീച്ച് ആവാനും പെട്ടെന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ഒരു പിൻ ലെറ്റർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഇത് ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് മുകളിലായേ. പക്ഷേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെറ്റർ നമ്മുടെ വീട്ടിൽ കിട്ടിയ വരെയുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ലെറ്റർ എങ്ങനെ നമ്മുടെ വീട്ടിലെത്തിക്കാമെന്ന് കുറച്ച് ടിപ്സ്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി 1 വർഷവും 5 മാസവും ആയിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തത്, അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സൂപ്പർ പേര് കണ്ടുപിടിക്കുക എന്നതാണ്. പക്ഷെ പേരിലൊന്നും ഒരു കാര്യമല്ല, നമ്മുടെ പേര് കാണുമ്പോൾ, ചാനലിൻ്റെ പേര് കാണുമ്പോൾ ഒരു ഗും കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ നമ്മുടെ നെയ്യാർ റസോയ് വ്ളോഗ്, അതായത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചത് നമ്മുടെ കിച്ചൺ ടിപ്സും നമ്മുടെ റെസിപ്പിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചാനലാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ നെയ്യാർ റസോയ് എന്ന് പറഞ്ഞ അടുക്കളയാണല്ലോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ആദ്യം ഒരു 15 വീഡിയോസോളം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു റീച്ചും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, കിട്ടിയ റീച്ച് എന്ന് പറയുന്നത് 100 വ്യൂ 200 വ്യൂ, അതിൽ തന്നെ 1-2 മണിക്കൂറൊക്കെ കയറിയിട്ടുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഷോർട്സിലും എനിക്ക് അധികം വ്യൂസ് ഒന്നുമില്ല, 15 വ്യൂ 16 വ്യൂ 20 വ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്ന സമയമായിരുന്നു സ്റ്റാർട്ടിങ്. പക്ഷേ ഒരു ദിവസം ഞാൻ നമ്മുടെ ഹെയർ കെയർ, അതായത് ഞാൻ സാധാരണ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹെയർ കെയറിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ നല്ല റീച്ച് ഉണ്ടായിരുന്നു, നല്ല വാച്ച് അവർ കിട്ടി. 200-250 മുകളിൽ എനിക്ക് വാച്ച് അവർ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ആദ്യത്തെ ആ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നല്ല കണ്ടൻറ്റ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഇല്ല എങ്കിൽ നമുക്ക് ഇതിൽ മുന്നേറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നല്ലൊരു കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റീച്ച് കിട്ടുമേ. നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്കറിയാം, 500 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ്. പക്ഷേ ഞാൻ തുടങ്ങിയ സമയത്ത്, അതായത് 1 വർഷം മുന്നേ ഞാൻ തുടങ്ങിയ സമയത്ത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും ആയിരുന്നു ഞാൻ തുടങ്ങിയ സമയത്ത് കേട്ടോ. പിന്നെ ഒരു 2-3 മാസമൊക്കെ ആയതിനു ശേഷമാണ് ക്രൈറ്റീരിയ മാറിയത്, 500 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമായിട്ട് മാറിയത്. ആ സമയത്ത് എനിക്ക് 1200 മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നേ. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാൻ മാത്രം നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഒരു കാര്യമല്ല, നമ്മുടെ വ്യൂസ് ആണ് പ്രധാനം. അതായത് നമ്മുടെ വ്യൂസും അതിൽ നമ്മുടെ ആവറേജ് ഡ്യൂറേഷനുമാണ് അതിൽ പ്രധാനം. അതുകൊണ്ട് സബ്സ്ക്രൈബറെ കൂട്ടാൻ വേണ്ടിയിട്ട് തിരക്ക് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബർ എത്ര ഉണ്ടെങ്കിലും നമുക്ക് വ്യൂസ് ആണ് പ്രധാനം. അതുകൊണ്ട് നമ്മുടെ വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പെട്ടെന്നെന്ന് പറയുമ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ല എങ്കിൽ നമ്മുടെ വാച്ച് അവർ 1 വർഷം കഴിയുമ്പോൾ വീഡിയോസിൽ നിന്ന് പഴയ വീഡിയോസിലെ വാച്ച് അവർ കുറഞ്ഞു വരും. ഇത് ഞാൻ ഉറപ്പായിട്ട് പറയാൻ കാരണം എനിക്ക് അങ്ങനെ സംഭവിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ഒരു 480 മണിക്കൂർ വരെ കുറഞ്ഞു. അതായത് 8 മാസം 10 മാസം ആയപ്പോൾ എൻ്റെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് 1000 മണിക്കൂറാണ് എനിക്ക് വേണ്ടി വന്നത്. പക്ഷേ ആ 1000 മണിക്കൂർ എനിക്ക് ഒരു ഭയങ്കര പാട് പിടിച്ചൊരു സംഭവമായിരുന്നു. കാരണം നമ്മുടെ വാച്ച് അവർ പുറകെ നിന്ന് കുറഞ്ഞു വരികയായിരുന്നു. ഇവിടെ കൂടിയാലും ബാക്കിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക.
അങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ വാച്ച് ഓവർ മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ എണ്ണം വച്ചിട്ടല്ല ഒരു കാരണവശാലും ഏണിങ്സ് കിട്ടുന്നത്, നമ്മുടെ വ്യൂസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഷോർട്സ് എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം എന്ന് പറയുന്നത് ഒരു 1 lakh വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ എന്താ പറയുക ഷോർട്സ് വഴി മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി കേട്ടോ. നമുക്ക് ഷോർട്സ് വഴി മോണിറ്റൈസേഷൻ ആക്കാം, അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്തിട്ടും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്തത് നമ്മുടെ ലോങ് വീഡിയോ ചെയ്തിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തെടുത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ന് പറയുന്നത് എനിക്ക് ഷോർട്സിൽ വ്യൂസ് ഒന്നുമില്ല, സബ്സ്ക്രൈബറെ കിട്ടി, അല്ലാതെ വ്യൂസ് എനിക്ക് ഒരു 500 600 അങ്ങനെ അതൊക്കെ ഉള്ളൂ, അതിന് മുകളിലില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, കുറച്ച് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഷോർട്സിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്സ് അവിടെ സ്റ്റോപ്പ് ചെയ്തു ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തെന്നല്ല, വല്ലപ്പോഴും ഒരു ഷോട്ട് 2 ആഴ്ചയിൽ 1 ആഴ്ചയിൽ 2 അങ്ങനെയൊക്കെ മാറിയൊക്കെ ഇട്ടുകൊണ്ടിരുന്നു, അല്ലാതെ സ്ഥിരം നമ്മൾ ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ്. ആദ്യമൊക്കെ ഞാൻ ആഴ്ചയിൽ 1 വീഡിയോ, മാസത്തിൽ 2-3 വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതാ എനിക്ക് ഈ വാച്ച് അവർ കുറയാൻ വേണ്ടിയിട്ട് കാരണം. അല്ലെങ്കിൽ എനിക്ക് വാച്ച് അവർ കുറയാതെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളിൽ ഒന്നാണ് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ, നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിനുള്ളിൽ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അതായത് നമ്മൾ എല്ലാ ദിവസവും അല്ല എങ്കിൽ ഒരു ദിവസം ഇടവിട്ടാണെങ്കിൽ അങ്ങനെ വീഡിയോസ് ചെയ്യുക, അല്ലെങ്കിൽ 3 ദിവസത്തിൽ ഒരു ദിവസമാണ് വീഡിയോ ഇടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ മാസത്തിൽ 1 2 ആഴ്ചയിൽ 1 അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മോണിറ്റൈസ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 4000 വാച്ച് അവർ കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ച് വ്യൂസ് കുറഞ്ഞാലും നമുക്ക് കുറച്ച് വാച്ച് അവറേ കിട്ടിയിട്ടുള്ളൂ എങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമല്ല കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് ഇട്ട് വരുമ്പോൾ നമുക്കതിൽ സബ്സ്ക്രൈബർ കയറും, അതുപോലെ തന്നെ വാച്ച് അവറും കൂടിക്കൊണ്ടിരിക്കും. ഞാൻ വീഡിയോ ഇട്ടിരുന്ന സമയത്താണെങ്കിൽ എനിക്ക് 4 വീഡിയോ ഫ്ലോപ്പ് ആണെങ്കിൽ, അതായത് ഒരു 200-250 വീഡിയോ വ്യൂസേ ഉള്ളൂ എങ്കിലും അടുത്ത 5ാമത്തെ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് അത് നല്ല റീച്ച് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അത്ര പ്രശ്നം വന്നില്ല. അതുപോലെ തന്നെ അതിൽ നല്ല സബ്സ്ക്രൈബറും കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാ വഴിയെ പോകുന്നവരെ വിളിച്ച് നമ്മൾ ചാനൽ സബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ കണ്ടന്റ്, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മുടെ സബ്സ്ക്രൈബറിനെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടുള്ളൂ. അല്ലായെങ്കിൽ നമ്മുടെ വഴിയെ പോകുന്നവരെ കൊണ്ട് നമ്മൾ സബ് ചെയ്തിട്ട് അവർ സബ് ചെയ്തിട്ട് പോകും, നമുക്ക് സബ്സ്ക്രൈബറെ കൂട്ടാം, പക്ഷേ അവർ നമ്മുടെ വീഡിയോസ് കയറി കാണുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ഒരു കാരണവശാൽ അങ്ങനെ വഴിയെ പോകുന്നവരെ വിളിച്ച് നമ്മൾ സബ് ചെയ്യാതിരിക്കുക. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മാത്രം സബ് ചെയ്യുന്നവർ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ലൈഫിൽ ഫുള്ളും നിലനിൽക്കുകയുള്ളൂ. അവർ മാത്രമേ നമ്മളെ സപ്പോർട്ടും ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നമ്മൾ വീഡിയോസ് എടുത്തിട്ട് ആ ലിങ്ക് നമ്മുടെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതായത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇതും ഞാൻ ചെയ്ത 2ാമത്തെ ഒരു അബദ്ധമാണ് കേട്ടോ. ഞാൻ എടുത്ത സമയത്ത്, അതായത് ആദ്യം റീച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എടുത്ത ഉടനെ ആ ലിങ്കിനെ ഞാൻ ഫേസ്ബുക്കിൽ സ്റ്റോറി ആയിട്ട് ഇടുകയും ചെയ്യും, നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസും ആയിട്ട് ഇടും. അപ്പോഴത്തേക്ക് ഇതിലുള്ളത് മൊത്തം നമ്മളെ പരിചയമുള്ള ആൾക്കാരാണ്. അവർ ആദ്യമൊക്കെ ആണെങ്കിൽ കാണും, പിന്നെ ആകുമ്പോൾ അവരങ്ങ് മടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആദ്യം ഒന്ന് കയറി കാണും, പിന്നെ മടുത്തിട്ട് അവർ പിന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങ് പോകും. നമ്മുടെ വീഡിയോസ് ആദ്യം സ്കിപ്പ് ചെയ്യാതെ 80% കണ്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കൂടുതൽ റെക്കമെൻഡ് ആയിട്ട് പോകത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുമെന്നറിയാമോ, ഇവർ കയറി കാണാതെ എന്താ പറയുക, ജസ്റ്റ് എന്തെന്ന് നോക്കിയിട്ട് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ അത് നമുക്ക് ബാഡ് എഫക്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മുടെ വ്യൂസ് അങ്ങോട്ട് കയറത്തില്ല, പിന്നെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു കാര്യവും കൂടെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്ത വേറൊരു അബദ്ധം എന്ന് പറയുന്നത് 3ാമത്തെ അബദ്ധമാണ് കേട്ടോ. ഇതും നിങ്ങൾ ഒരു കാരണവശാലും ചെയ്ത്, അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്ന വീഡിയോസ് അത് നമ്മൾ കാണുന്ന സമയത്ത് അതിനടിയിൽ കുറേ കമൻറ്റ് കാണും. 1000 ആക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യൂ, ഞാൻ തിരിച്ച് നൽകുന്നതായിരിക്കും, 500 ആക്കാൻ സപ്പോർട്ട് ചെയ്യുമോ, തിരിച്ച് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയും ഞാൻ കുറേ വീഡിയോസിൽ കയറിയിട്ട് ഇതുപോലെ അടിയിൽ കമൻറ്റ് ചെയ്യുമായിരുന്നു, എന്നെയും സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്.
അങ്ങനെ ചെയ്താലും ഈ കാണുന്നവരെന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്തിട്ട് അവർ നമ്മൾ തിരിച്ച് സപ്പോർട്ട് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ, ആ സപ്പോർട്ടിനെ അങ്ങ് മാറ്റും. അങ്ങനെയും നമുക്ക് ബാഡ് എഫക്റ്റ് നമ്മുടെ ചാനലിൽ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ 3 കാര്യവും ഞാൻ ചെയ്ത തെറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇതിനടിയിൽ ചിലപ്പോൾ കണ്ടേക്കാം സപ്പോർട്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചോദിക്കുകയും ചെയ്യരുത്. അങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യാനും പോകണ്ട. ഞാൻ വീഡിയോ ചെയ്ത് 1 വർഷവും 4 മാസം ആയപ്പോൾ നമുക്കിതാ നമ്മുടെ ഒരു പിൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പ്രോസസ്സ് നമ്മുടെ ഡോളർ കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ $100 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ, പൈസ കിട്ടുകയുള്ളൂ. ഈ നമ്മുടെ ചാനലിൽ വീഡിയോസ്, അതായത് ഷോർട്സ് ഒക്കെ കാണുന്നവർ വിചാരിക്കും സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ ഇത്, ജസ്റ്റ് 1 മിനിറ്റിൽ നിങ്ങൾ കാണുന്ന വീഡിയോ ഞങ്ങൾ ക്രിയേറ്റേഴ്സ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല. നല്ല കണ്ടന്റ് ഉള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലാതെ നമ്മുടെ ബാഡ് എഫക്റ്റ്, അതായത് മക്കൾക്ക് പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വീഡിയോസിൻ്റെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് 1 മിനിറ്റത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. 1 മിനിറ്റത്തെ വീഡിയോ ആയാലും ലോങ് വീഡിയോ ആയാലും അപ്ലോഡ് ചെയ്യുന്നത്. മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുത്തോ, അതായത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ എത്ര എഫേർട്ട് എടുത്തോ അതിനേക്കാളും എഫേർട്ട് നമ്മൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഡോളർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ട് ഉടനെ നമുക്ക് ക്യാഷ് കിട്ടി തുടങ്ങുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ഒരു നീണ്ട ഒരു കോളം വരും, $100 ഒരു കോളം. അതും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കയ്യിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് കേട്ടോ ഈ യൂട്യൂബ് നമ്മൾ ചാനൽ തുടങ്ങുന്നതും അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതും എല്ലാം നല്ല പാടാണ്. നിങ്ങൾ വിചാരിക്കരുത്, ഈ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞവർ വിചാരിക്കരുത് പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ലഭിക്കുമെന്ന് വിചാരിക്കരുത്. നമ്മൾ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ നമ്മളെ സെലിബ്രിറ്റിയുടെ കാര്യമല്ല പറയുന്നത്. സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളങ്ങനെ തുടങ്ങാറില്ല, എന്നാലും അങ്ങനെ ഉള്ളവരാണെങ്കിൽ സാധാരണക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതുവരെ വരുമാനം ആയില്ലേ, കുറേ നാളായല്ലോ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുവരെയും ക്യാഷ് ഒന്നും കിട്ടി തുടങ്ങിയില്ലേ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെടാതെ എന്തായാലും നമുക്ക് ഒരിടത്തും എത്താൻ പറ്റത്തില്ല. അതായത് ചുമ്മാ ഇരുന്നെന്നും പറഞ്ഞാൽ ആരും നമുക്ക് ക്യാഷ് കൊണ്ട് തരില്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. അതിനനുസരിച്ച് നമ്മൾ വീഡിയോസൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് നല്ല വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ടാഗൊക്കെ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റീച്ച് കിട്ടുകയെ നമ്മുടെ വീഡിയോസിന്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തേക്കുന്നത് ആ രീതിയിലുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. നമ്മൾ മോണിറ്റൈസേഷൻ സമയത്ത് ആ ഒരു ഡിസ്ക്രിപ്ഷനെല്ലാം നോക്കും. അതുപോലെ തന്നെ നമ്മുടെ തമ്പനെയിൽ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ ഇതെല്ലാം നോക്കും കേട്ടോ. ഞാൻ മോണിറ്റൈസേഷൻ കൊടുക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് വീഡിയോ അല്ല, ഷോർട്സിൽ കുറച്ച് നമ്മുടെ പാട്ടൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കോപ്പി റൈറ്റ് വരുമെന്ന് പേടിച്ചിട്ട് ഏകദേശം 1 lakh വരെയുള്ള വ്യൂസ് ഉള്ള വീഡിയോ വരെ, അതായത് കുറേ വീഡിയോ, ഒരു 10-25 വീഡിയോളം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ പോകത്തില്ല, നമ്മുടെ വ്യൂസ് നഷ്ടപ്പെടുമെന്നേ ഉള്ളൂ, അല്ലാതെ സബ്സ്ക്രൈബർ നമുക്ക് കുറയില്ല കേട്ടോ. ആ സബ്സ്ക്രൈബർ നമുക്ക് എന്നും നിലനിൽക്കും. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ചിലപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പോയാലോ എന്ന് വിചാരിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഷോട്ട് എടുത്തിട്ട് അതിൽ ഏറ്റവും കുറവ് സബ്സ്ക്രൈബർ ഏത് ഷോട്ടിലാണോ എന്ന് നോക്കിയിട്ട് ആ ഷോട്ട് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നമ്മുടെ സബ്സ്ക്രൈബർ കുറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബർ കുറയില്ല, നമ്മുടെ വ്യൂസ് കുറയുക മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ്, സംശയമുള്ള വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടി. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ചിലവർക്കൊക്കെ ചിലപ്പോൾ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത് താമസിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പ്രശ്നമൊന്നും വന്നില്ല. നമുക്ക് അപ്പോൾ തന്നെ
മോണിറ്റൈസേഷനായി കിട്ടി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് താങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.